നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിലെ CCTV ദൃശ്യം ലഭിച്ചു. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച ജീവനക്കാർ യോഗം സംഘടിപ്പിച്ചു. അടിപിടി കേസിൽ പരിക്കേറ്റ് വന്നയാളെ കാണാനെത്തിയ തൃക്കാരൂർ സ്വദേശി അനീഷാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് ജോജി ജോർജിനെ മർദ്ദിച്ചത്. മർദ്ദിച്ചയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30 ശേഷമാണ് സംഘർഷമുണ്ടായത്. ഒരു MLC കേസ് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ബൈസ്റ്റാൻഡാന്നും പറഞ്ഞ ആൾക്കാർ വന്ന് ഡ്രസ്സിങ്ങിനൊക്കെ വന്ന് ഒച്ചപ്പാടും ഉണ്ടാക്കി അവരെ ഡ്രസ്സിങ്ങിനെ ആൾക്കാരെ ഇറക്കിയിട്ടിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തിറക്കി നിർത്തി. പിന്നെ അവർ വന്നിട്ട് പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നപ്പോൾ സെക്യൂരിറ്റിമാർ തടഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ ബൈസ്റ്റാൻഡിനെ കയറ്റിവിടാൻ പാടില്ല, അതിന് ഇഞ്ചക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കുമല്ലോ, ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. നീ ഹാൻഡ്സ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്ന് തട്ടി ഇടിവെച്ച് തന്നു. അവിടെ ഇടിച്ചു, ഷർട്ടിലൊക്കെ വലിച്ചു, തലക്ക് ഇടിച്ച്, തലക്ക് നല്ല ചതവും നീർക്കവും ചെറിയ മുറിവുകളൊക്കെ ഉണ്ട്. തലയ്ക്കും ചുണ്ടിനുമാണ് പരിക്കേറ്റിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് NGO യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ യോഗം സംഘടിപ്പിച്ചു. അകാരണമായാണ് ജോജിയെ മർദ്ദിച്ചതെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കണമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ പറഞ്ഞു. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിംഗ് അസിസ്റ്റന്റ് ശ്രീ ജോജിയെ കാഷ്വാലിറ്റിയിൽ ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് വന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാരൻ മദ്യലഹരിയിൽ ആക്രമിക്കുകയുണ്ടായി. അകാരണമായി ജോജിയെ ആക്രമിക്കാനുണ്ടായത്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ചികിത്സയിലാണ്. നമുക്കറിയാം, കാഷ്വാലിറ്റിയിലെ ജീവനക്കാർ സമ്മർദ്ദത്തിലാണ് ജോലി ചെയ്യുന്നത്, അത് വലിയ തിരക്കിലാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ അകാരണമായി ഇത്തരം മദ്യാസക്തിയിൽ വരുന്ന ആളുകളുടെ അക്രമം ഉണ്ടാകുന്നത് വളരെ ദാരുണമായ ഒരു കാര്യമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു, ശക്തമായ പോലീസ് നടപടി ആവശ്യപ്പെടുന്നു. പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത്. അപ്പോൾ ഇത് സാധാരണ ഒരു കേസ് പോലെയല്ല, വളരെ ഗൗരവമായ കേസാണ് ഇത്. എൻ്റെ നിയമ നടപടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം, ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം, NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.